പാഴ്വസ്തുവായി കളയുന്ന അടയ്ക്ക തൊണ്ടുകൊണ്ട് നൂലും തുണിത്തരങ്ങളും നിർമ്മിക്കാമെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അധ്യാപകൻ ജോർജി സണ്ണി. ഈ തുണിത്തരങ്ങൾ നിർമ്മിച്ചത് അടയ്ക്കാത്തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുത്ത നൂൽ കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ ആദ്യം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ അടയ്ക്കാത്തൊണ്ടിൽ നിന്നും നൂലുകൾ നിർമ്മിക്കാമെന്നും ആ നൂലിൽ നിന്ന് ഉറപ്പുള്ള തുണിത്തരങ്ങൾ നെയ്തെടുക്കാമെന്നും ഈ അധ്യാപകൻ നമുക്ക് കാണിച്ചു തരികയാണ്. അടയ്ക്കാത്തൊണ്ട് പ്രോസസ്സ് ചെയ്ത് നാരുകളാക്കി അവ പഞ്ഞിയിൽ ചേർത്താണ് നൂലുണ്ടാക്കുന്നത്. 75% അടയ്ക്ക നാര് തന്നെ. ഇതെൻ്റെ PhDയുടെ പാർട്ടായിട്ടുള്ള പ്രോജക്റ്റാണ്. ഞാൻ വെള്ളൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് PhD ചെയ്യുന്നത്. അടയ്ക്കൻ്റെ ഷെല്ലിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ഫാബ്രിക് ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രോജക്റ്റ്. അതിപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും അടയ്ക്കയുടെ ഷെല്ലിൻ്റെ അകത്തുനിന്ന് ഫാബ്രിക് ഡെവലപ്പ് ചെയ്യുന്നത്. അടയ്ക്കയുടെ ഷെല്ലിൽ നിറച്ച് റിച്ച് ആയിട്ട് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ആ ഫൈബർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഫാബ്രിക് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് എൻ്റെ ബിടെക്കിൻ്റെ സമയത്ത് തൊട്ട് ഈ പ്രോജക്റ്റ് ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഐഡിയ ഇനീഷ്യലി അങ്ങനെയാണ് വരുന്നത്. അപ്പം ആ പ്രോജക്റ്റ് പിന്നെ ഞാൻ എൻ്റെ PhDയിൽ നിഫ്റ്റിൽ ജോയിൻ ചെയ്തു. നിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ ഇപ്പം 3 years ആവുന്നു. നിഫ്റ്റിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഞാനത് PhD പ്രോജക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. വെള്ളൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തന്നെ ഞാൻ എൻ്റെ ഗൈഡിൻ്റെ പേര് പളനിരാജൻ എന്നാണ്. സാറിൻ്റെ ഗൈഡൻസിൽ ഞാൻ പിന്നെ അത് ഫാബ്രിക്കായിട്ട് ഡെവലപ്പ് ചെയ്തു. കണ്ണൂർ കല്യാശ്ശേരി വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വെച്ചാണ് തുണിത്തരങ്ങൾ നെയ്തെടുത്തത്. ഈ അടക്കയുടെ നാരും നമ്മൾ സാധാരണ നൂലും തമ്മിൽ വ്യത്യാസം. അടക്കയുടെ നാര് തന്നെ പുറത്തേക്ക് കാണും. അപ്പോൾ അത് ഷർട്ടിൽ നിന്ന് ഒഴിഞ്ഞു വരാനുള്ള ഒരു പ്രയാസമുണ്ട്. മറ്റുള്ള സാധാരണ നൂല് അതല്ല, നൈസായിട്ട് ഒഴിഞ്ഞു വരും. ഇത് ഒഴിഞ്ഞു വരുന്ന അതൊരു പ്രശ്നമാണ്. ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ മുണ്ടാണ് നെയ്തത്. അത് കുറച്ച് വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്യാൻ പറ്റും. കുറച്ച് സമയം പിടിക്കും അതിന്. കൂടുതൽ സാധാരണ നെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വേണം. മറ്റ് നെയ്യാൻ വിഷമം ഇത് കൊണ്ട് ഇല്ലാതായില്ലോ. മറ്റ് സാധാരണ നെയ്യുമ്പോൾ അത്ര സ്പീഡിൽ ഇതാക്കാൻ കഴിയില്ല. കോട്ടയം പാലാ സ്വദേശിയായ ജോർജി അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് താമസിച്ചപ്പോഴാണ് ഉപയോഗശൂന്യമായ അടയ്ക്കാത്തൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്നതും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഇതിൻ്റെ പോസിബിലിറ്റീസ് എൻലെസ് ആണ്. ഇപ്പം ഫാമേഴ്സ് ഇത് ഫുള്ള് വേസ്റ്റ് ചെയ്യുന്ന ഒരു അഗ്രോ വേസ്റ്റ് ഫൈബറാണ്. അപ്പം ഇത് വെച്ച് ഫാമേഴ്സിന് തന്നെ ഇനി സ്മോൾ സ്കെയിൽ സ്റ്റാർട്ടപ്സും പിന്നെ അവർക്ക് തന്നെ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ഈ പ്രോജക്റ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഫൈനലി ഫാമേഴ്സിന് ഈ ഷെല്ലും സെല്ല് ചെയ്യാൻ പറ്റുന്ന പോലെ ഏതെങ്കിലും ടെക്സ്റ്റൈൽ യൂണിറ്റ്സൊക്കെ ഇത് കൊമേഴ്ഷ്യലായിട്ട് ഈ ഫൈബർ ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഷെല്ല് സെല്ല് ചെയ്യാം. അതിൻ്റെ അകത്തുനിന്ന് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം. കവുങ്ങ് കർഷകർക്ക് ഏറെ സഹായകരമാകുന്ന ഈ കണ്ടുപിടുത്തം ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രത്യാശിക്കാം. കണ്ണൂരിൽ നിന്ന് KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.